മധുവിൻ്റെ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ മിസ്റ്റർ രാജേഷ് പറഞ്ഞ പോലെ ഒരു മേർഡർ എന്നുള്ള നിലക്കൊന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, എല്ലാം നല്ല അഭിഭാഷകരാണ് അപ്പിയർ ചെയ്തത്. അവർക്കാർക്കും തന്നെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കേസിന് എന്തായാലും രണ്ട് വശങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ മധു കൊല്ലപ്പെടുന്നത് പ്രതികളുടെ അടുത്ത് നിന്നും പറ്റിയ പരിക്ക് കൊണ്ടാണോ അതോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടോർച്ചർ, അത്തരം ഏതെങ്കിലും ഇഞ്ചുറി മധുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു? അതിന് ഒരുപാട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു, അനേകം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ കാട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന ആളുകൾക്ക് കൊല്ലലായിരുന്നു ഉദ്ദേശമെങ്കിൽ മുക്കാലിയിലേക്ക് അയാളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ജ്യൂസ് കൊടുക്കുന്നതൊക്കെ CCTV രംഗങ്ങളിൽ കാണാം. ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നീട് പോലീസിനെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വക്കീലിന് എന്നെ കാണാൻ നല്ല നിയമജ്ഞാനമുള്ള ആളാണ്. എനിക്ക് നിയമജ്ഞാനം ഇല്ല. പക്ഷേ കാട്ടിനുള്ളിൽ പോയിട്ട് അയാൾ ക്രിമിനലാണ് എന്നുള്ളത് കൊണ്ട് പൊതുജനങ്ങൾ മൊത്തം പോയിട്ട് കാട്ടിൽ പോയി ആളെ പിടിച്ചുകൊണ്ടെന്ന് വിചാരണ ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല എന്നുള്ള സത്യമാണ്. അത് അംഗീകരിക്കുന്നത്. ഈ കേസിലുടനീളം 103ഓളം സാക്ഷികളുള്ളതിൽ ഈ 2 സാക്ഷികൾ ഹുസൈനെതിരായിട്ട് മാത്രമേ തെളിവ് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും പറയുന്നത് ഹുസൈനെതിരായിട്ട് എല്ലാവരും ഹോസ്റ്റലിൽ, ഒരിക്കലും ശരിയല്ല പറയുന്ന കാര്യം. പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള ആളുകളോടൊന്നും മനുഷ്യരായിട്ട് പരിഗണിക്കില്ലെന്നേ. വക്കീലെ, നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴും ഇത്തരത്തിലുള്ള വളരെ വളരെ എന്താ പറയേണ്ടത്, നമ്മൾക്ക് നല്ല ഡ്രസ്സ് ധരിക്കാത്ത ഒരാളോട് പോലും നമുക്ക് പുച്ഛമാണ്. നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയും, പക്ഷേ ബേസിക്കലി പുച്ഛമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളം ഏറെ ചർച്ച ചെയ്ത അട്ടപ്പാടി മധു വധക്കേസിലെ പ്രതിഭാഗം വക്കീൽ ടി ഷാജിത്ത്. നമസ്കാരം. നമസ്കാരം. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ വലിയ നേട്ടമാണ് ഒരു പ്രമാദമായ കേസിൽ നമ്മുടെ കക്ഷിയെ അതിൽ നിന്നും മോചിപ്പിക്കുക, അതായത് വെറുതെ വിടുക എന്ന് പറയും. കാരണം ആ കേസിൽ മറ്റ് 12 പ്രതികളെ ശിക്ഷിക്കുകയും ഈ 1-ാം പ്രതിയെ മോചിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മേച്ചേരി ഹുസൈൻ. അപ്പം ഏറ്റവും കേരളം മാത്രമല്ല കേട്ടോ, ശരിക്കും ഇന്ത്യയിലാകമാനം ചർച്ച ചെയ്യപ്പെട്ടൊരു വലിയ ഒരു മർഡറായിരുന്നു. അതൊരു കേവലമായ ഒരു മർഡറല്ല. ഒരു പാവപ്പെട്ട വളരെ ദരിദ്രനായ, മനസ്സിന് കുറച്ചൊക്കെ ദൗർബല്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു ആദിവാസിയാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിൽ എങ്ങനെയാണ് താങ്കൾ അഭിഭാഷകനായി വരുന്നത്? കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ധൈര്യം വേണം. ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ഈ കേസിലേക്ക് വന്നത്? എന്തായിരുന്നു അതിൻ്റെ നാൾവഴികൾ? ഞാൻ 1999 പ്രാക്ടീസ് തുടങ്ങിയത്. അന്ന് കേരളം അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് M അശോകൻ, ഇപ്പം സാറ് ജീവിച്ചിരിപ്പില്ല, പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള എൻ്റെ അവസാനത്തെ നാളുകളിലാണ് ഈ കേസ് വരുന്നത്. അതിനു മുമ്പ് തന്നെ 2000 വർഷം മുതൽ, ഏകദേശം ഞാൻ 99 എൻറോൾ ചെയ്തിട്ട് 2000 വർഷം മുതൽക്ക് തന്നെ ഞാൻ സാറിൻ്റെ കൂടെ പ്രമാദമായ പല കേസുകളും, ഇപ്പോൾ കൈവെട്ട് കേസ്, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ കേസ്, അതുപോലെ തന്നെ നാദാപുരം മൊയ്തു അജി കൊലപാതകം, താനക്കോട്ടൂർ സന്തോഷ് കൊലപാതകം, ബാലൻ ശാന്ത ഇരട്ട കൊലപാതകം, ഷാഹിദ ഇരട്ട കൊലപാതകം, ഇങ്ങനെ അനേകം കേസുകൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അട്ടപ്പാടി കേസിലെ 1-ാം പ്രതി ഹുസൈൻ, 1-ാം പ്രതി മാത്രമല്ല മറ്റ് ചിലരും സാറിനെ സമീപിച്ചപ്പോൾ 1-ാം പ്രതിയുടെ കേസ് എടുത്താൽ മതിയെന്ന് സാർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ സാർ അത് ഏറ്റെടുക്കുന്നു. പിന്നീട് നടത്തുന്നത് ഒരു 75% ട്രയൽ നടത്തുന്നത് ഞാൻ തന്നെയായിരുന്നു. സാറ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ മെയിൻ കാര്യങ്ങളൊക്കെ സാറിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. അങ്ങനെയാണ് മണ്ണാർക്കാട് SC/ST കോടതിയിൽ കേസിൻ്റെ ട്രയലിന് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് പ്രധാനമായും ഒരുപാട് ആളുകൾ എതിരാണ്. കേരള സമൂഹം മൊത്തം എതിരായിരുന്നു, പ്രതികൾക്കെതിരായിരുന്നു. അത് കോടതിയിലൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഭാഗത്തിൻ്റെ വക്കീലായിട്ടൊക്കെ വരുന്ന സമയത്ത് സമൂഹത്തിലും ചിലപ്പോൾ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരും. ഇപ്പോൾ ഈ കേസിൽ തന്നെ ഇദ്ദേഹത്തെ മാത്രം വെറുതെ വിട്ടു, 1-ാം പ്രതിയെ മാത്രം വെറുതെ വിട്ടു. 1-ാം പ്രതി മാത്രമല്ല, മറ്റു ചില പ്രതികളെ വിട്ടു. പക്ഷേ 1-ാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അവരുടെ അമ്മ മല്ലിയും അവരുടെ സഹോദരിയൊക്കെ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അപ്പീൽ പോവും എന്നാണ്. അപ്പം ഇങ്ങനെയൊരു കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് സമൂഹത്തിനിടയിൽ ചില എന്താ പറയേണ്ടത്, സമൂഹത്തിനിടയിൽ നല്ല സന്ദേശമല്ല എന്നുള്ള ചില ചർച്ചകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം അത് പ്രൊഫഷനാണ്. പക്ഷെ എങ്കിലും അത്തരത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ? അങ്ങനെയല്ല, ഒരു ഞാൻ വിശ്വസിക്കുന്നത് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കുമ്പോഴാണ് യഥാർത്ഥ നീതി നടപ്പിലാക്കുന്നത്. പിന്നെ എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ബാർ കൗൺസിലിലെ, അതായത് എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഓത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മധുവിൻ്റെ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ മിസ്റ്റർ രാജേഷ് പറഞ്ഞ പോലെ ഒരു മേർഡർ
എന്നുള്ള നിലക്കൊന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, എല്ലാം നല്ല അഭിഭാഷകരാണ് അപ്പിയർ ചെയ്തത്. അവർക്കാർക്കും തന്നെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കേസിന് എന്തായാലും രണ്ട് വശങ്ങളുണ്ടാവും. തീർച്ചയായും എന്താണ്, രണ്ട് വശങ്ങളുണ്ടാവും. അപ്പം ഇത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു. ആ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മധു കൊല്ലപ്പെടുന്നത് പ്രതികളുടെ അടുത്ത് നിന്നും പറ്റിയ പരിക്ക് കൊണ്ടാണോ അതോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടോർച്ചർ, അത്തരം ഏതെങ്കിലും ഇഞ്ചുറി മധുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു? അതിന് ഒരുപാട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു, അനേകം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു മേർഡർ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ കാട്ടിൽ പോയി മധുവിനെ പിടിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും മധുവിനെ പോലീസിനെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മിസ്റ്റർ രാജേഷിന് അറിയാം, നമുക്കിപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഒരാൾ ഇപ്പം മൊത്തം ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഒരു പ്രത്യേക വ്യക്തി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അയാളെ പിടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ, ഇത് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓട്ടോമാറ്റിക് റിയാക്ഷൻ ഒരു പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം, ചെറിയ. പക്ഷെ അവർക്ക് തന്നെ ആർക്കും തന്നെ ഒരു ഇൻറ്റൻഷൻ ടു കിൽ അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് ആ കേസിൻ്റെ മുഴുവൻ ഫയൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലായി. ഇത് പുറത്തുനിന്ന്, കാരണം സോഷ്യൽ മീഡിയയിലും മിസ്റ്റർ രാജേഷിന് അറിയാലോ, അവർ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് ഇതിൻ്റെ രണ്ട് മുഖം ഒരിക്കലും പറയുന്നില്ല, കാണിക്കുന്നില്ല. പക്ഷേ പ്രതികൾ തന്നെ ഈ തരത്തിലുള്ള കുറേ ചിത്രങ്ങൾ പുറത്തുവിട്ടാണല്ലോ തെളിവായൊക്കെ. അതെ, അത് വളരെ കറക്റ്റാണ്. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമാണ്, ഇതിൽ ഒന്നാം പ്രതി ഹുസൈന് തുണയായതും മറ്റു പ്രതികൾക്ക് വിനയായതും ഇതേ സീനുകളാണ്, CCTV ഫുട്ടേജസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെൽഫി എടുത്ത മൊബൈൽ ഫോണിൻ്റെ എടുത്ത തെളിവുകൾ, മറ്റു തെളിവ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ കാട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന ആളുകൾക്ക് കൊല്ലലായിരുന്നു ഉദ്ദേശമെങ്കിൽ മുക്കാലിയിലേക്ക് അയാളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ജ്യൂസ് കൊടുക്കുന്നതൊക്കെ CCTV രംഗങ്ങളിൽ കാണാം. ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നീട് പോലീസിനെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മേർഡർ എന്നുള്ള നിലയ്ക്ക്, കാരണം ഒരു ദൗർഭാഗ്യകരമായ സംഭവമായി പോയി. നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം, കാരണം എല്ലാ ലോയേഴ്സിലും ഒരു മനുഷ്യനുണ്ടല്ലോ. അപ്പം ക്രിമിനൽ കേസിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഇപ്പം ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഇത്ര ആൾക്കൂട്ടം, ഈ മോബ് ലിഞ്ചിങ്ങിലൊക്കെ ഈ ആൾക്കൂട്ടത്തിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞ് പോലീസിന് വേണമെങ്കിൽ അയാളെ പ്രതിയാക്കാം. പിന്നെ കോടതി പരിശോധിച്ചിട്ട് അയാൾ കോമൺ ഒബ്ജക്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ, അൺലോഫുൾ അസംബ്ലിയിൽ അയാളെ മെമ്പർ ആയിരുന്നോ എന്നൊക്കെ പരിശോധിച്ചിട്ട് വേണം ശിക്ഷയിലേക്ക് എത്താൻ. അപ്പം ആങ്സൈറ്റി കൊണ്ട് വരുന്നവരുണ്ടാവാം, അതുപോലെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വരുന്നവരുണ്ടാവാം. അങ്ങനെ വന്നുപെട്ടവരിൽ ഒരാളാണ് ഹുസൈൻ. പക്ഷെ എങ്ങനെ പിന്നെ അദ്ദേഹം ഒന്നാം പ്രതിയാവുന്നത്? അതാണ് പറയുന്നത്. അതായത് ഈ ഹുസൈൻ്റെ, അതായത് ഈ കേസിലെ ഒരു പ്രത്യേകത മിസ്റ്റർ രാജേഷ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ തെളിവുകൾ നിരത്തിയത് ഹുസൈനെതിരായിട്ടായിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ തെളിവുകൾ. കാരണം ഹുസൈനെതിരായിട്ട് ഡിജിറ്റൽ തെളിവുകൾ, അതായത് CCTV ഫുട്ടേജസ്, അത് കൂടാതെ PW8, PW19 എന്നീ 2 സ്ട്രോങ് സാക്ഷികൾ. ഈ കേസിലുടനീളം 103ഓളം സാക്ഷികളുള്ളതിൽ ഈ 2 സാക്ഷികൾ ഹുസൈനെതിരായിട്ട് മാത്രമേ തെളിവ് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും പറയുന്നത് ഹുസൈനെതിരായിട്ട് എല്ലാവരും ഹോസ്റ്റലിൽ, ഒരിക്കലും ശരിയല്ല പറയുന്ന കാര്യം. കാരണം രേഖകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഹുസൈനെതിരായിട്ട് PW8 സുരേഷ്, PW19 മണികണ്ഠൻ എന്നീ 2 സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹുസൈൻ അവിടെ വന്നു, ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി, ചവിട്ടി എന്നാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ A1-ന് CCTV ഫുട്ടേജസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെടും. കറക്റ്റ്. കാരണം ഏത് കോടതിയും, ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതി അടക്കമുള്ള ഏത് കോടതിയും PW8-ൻ്റെയും 19-ൻ്റെയും മൊഴികൾ മുഖവിലക്കെടുക്കും. കോടതിക്ക് തെളിവാണ് ആവശ്യം. അപ്പം ഇതിൽ 2 കോൺഫ്ലിക്റ്റ് വന്നതെന്ന് വെച്ചാൽ, ഒന്നാം പ്രതി CCTV ദൃശ്യങ്ങൾ അംഗീകരിക്കണം എന്ന വാദവുമായി മുമ്പോട്ട് പോയി. എനിക്കിപ്പോഴും ഓർമ്മ ഉള്ള ഒരു കാര്യം മിസ്റ്റർ രാജേഷ്, അതായത് എൻ്റെ ഗുരു അശോക് സാറ് ഞാൻ ചോദിച്ചിരുന്നു, ഈ ഹുസൈനെ മാത്രം ഒരു ഫോക്കസ് ചെയ്തിട്ട് എവിഡൻസ് വന്നപ്പം മറ്റു പ്രതികളൊക്കെ ഒഴിവാക്കി. കാരണം ഈ സുരേഷ് തന്നെ അനേകം പ്രതികളെക്കുറിച്ച് പറഞ്ഞ ആളായിരുന്നു. അയാളാണ് കോടതിയിൽ വന്നിട്ട് ഹുസൈനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചീഫ് കഴിഞ്ഞു, ക്രോസ് മാറ്റി. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, അപ്പോൾ അത് നമ്മളെല്ലാവരെയും ഇംപ്ലിക്കേറ്റ് ചെയ്ത്, ഞാൻ തുറന്ന് പറയാം,
എല്ലാവരെയും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്രോസ് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഷാജിത്ത് അതിൽ എന്താ കണ്ടിരിക്കണം, എന്താ ഗുണം? അപ്പോൾ നമ്മൾ സാർ നമുക്ക് അതായത് പോലീസിൽ കൊടുത്ത മൊഴിയിൽ അനേകം ആളുകളുടെ പേര് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾ ഹുസൈനെ ഫോക്കസ് ചെയ്ത് മാത്രമേ തെളിവ് കൊടുക്കുന്നുള്ളൂ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പേര് ഞാൻ പറയുന്നത് XYZ, ഇവരൊക്കെ ഇന്നതൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നയാൾ പറയും. അപ്പോൾ അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്ത് നിയമത്തിൽ അങ്ങനെയാണല്ലോ, അയാളുടെ മൊഴി അവിശ്വസനീയമായി മാറ്റുന്ന രീതിയിലാക്കാമായിരുന്നു. അപ്പോൾ അന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പല കാര്യങ്ങളുടെ കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? നമുക്ക് കുറേ കോൺട്രഡിക്ഷൻ കിട്ടും. അങ്ങനെ കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസ് രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാറ് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ ഞാൻ സാറിൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നേക്കാളും ഡബിളാണ്. അപ്പം ഡബിളും അല്ല, അതിലും അപ്പുറത്താണ്. അപ്പം എന്നോട് ഷാജിത്ത് കാര്യം ചെയ്യൂ, ആ CCTV ഫുട്ടേജസ് അരിച്ച് പെറുക്കി അതിലെന്താണെന്ന് കണ്ടെത്തും. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേ വേണ്ട. യു കൺഫൈൻ ടു A1. അവരെന്തോ ആവട്ടെ, നമ്മൾക്കെതിരായിട്ട് മാത്രം പറഞ്ഞു. അവരെന്തിനാണ് റോപ്പ് ചെയ്യുന്നത് നമ്മളെ വെറുതെ? അങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കി. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ പോലീസുകാർ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അറിയാലോ മിസ്റ്റർ രാജേഷിന്, 10-60 ആളുകൾ, 10-70 ആളുകൾ, അല്ലെ 100 ആളുകൾ, 150 ആളുകൾ അത്രയും തടിച്ചുകൂടി ആൾക്കാർ കുറഞ്ഞു വരുന്നു. അത് 90 ആവുന്നു, 80 ആവുന്നു, അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന PW8 സുരേഷ് ഈ സംഭവം നടക്കുന്ന സമയത്ത്, നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ഭണ്ണാരത്തിന് ചുറ്റും എവിടെയുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇദ്ദേഹം ഭണ്ണാരത്തിന് തലയിടിക്കുന്നത് കണ്ടു. തലയിടിയല്ല, ചവിട്ടുന്നത് മരണകാരണം എന്ന് പറയുന്നത്. അല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുറെ ഇഞ്ചുറി ഉണ്ട്. അതിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇഞ്ചുറി നമുക്ക് ആട്രിബ്യൂട്ട് കറക്റ്റ് ഹുസൈനിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഹുസൈനാണ് ചെയ്തത്. അപ്പം വളരെ അത്ഭുതം. കാരണം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പം ഇതേ CCTV ഫുട്ടേജസിൻ്റെ കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ 2 എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ ക്രിമിനൽ ലോയിലൊക്കെ നല്ല ജ്ഞാനമുള്ള ഒരു ജഡ്ജും, പിന്നെ അതുപോലെ തന്നെ ക്രിമിനൽ ലോയിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു ജൂനിയർ ജഡ്ജും ഡിവിഷൻ ബെഞ്ചാണ് പരിശോധിച്ചത്. അപ്പം അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു കാവ്യമുണ്ടും ഒരു പച്ച ഷർട്ടും ഇട്ടിട്ട് ഈ പറയുന്ന സുരേഷ്, അതായത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോ ഹുസൈൻ വന്നു എന്ന് പറയുന്ന സമയത്ത്. പിന്നീട് ഞങ്ങൾ ആ കട എവിടെയാണെന്നുള്ളത് പരിശോധനയിലായി. ആ കട പോലീസുകാർ എവിടെയും കാണിച്ചില്ല. ഇപ്പോഴും എനിക്കറിയില്ല, സത്യം മറച്ചു വെക്കാനാണോ? അല്ല, അങ്ങനെ പോലീസിന്റെ ഇതിൽ അങ്ങനെ ഒരു കടയുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അത് കാണിക്കണമായിരുന്നു, കാണിക്കാൻ ബാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ മുറവിളി കൂട്ടുമ്പോൾ ജനങ്ങളെല്ലാവരും കൂടി മുറവിളി കൂട്ടുന്നു, ഹുസൈൻ എന്തുകൊണ്ട് വിട്ടു, ഹുസൈൻ എന്തുകൊണ്ട് വിട്ടു എന്ന് പറയുമ്പം ഇന്ത്യ രാജ്യത്തെ നിയമം എന്താണെന്ന് അവർ ആലോചിക്കണില്ല. ഇന്ത്യ രാജ്യത്തെ നിയമത്തിൽ തെളിവുകൾ വേണമല്ലോ. ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ തെളിവുകൾ, അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്. അപ്പോൾ അയാൾ അവിടെയാണ്. അത് എത്രയോ മിനിറ്റുകൾക്ക് മുമ്പേ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് ആള് ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പം ഭണ്ണാരത്തിന് ചുറ്റും CCTV ഫുട്ടേജസിൽ കാലിയാണ്, ഒരാൾ പോലും ഇല്ല. ആകെയുള്ള ഭണ്ണാരാണ്. പൊന്മല ക്ഷേത്ര ഭണ്ണാരം എന്ന് ബോർഡ് വെച്ചൊരു ഭണ്ണാരം പാത്രം. അയാളുടെ കാര്യം അങ്ങനെ. ഇതേപോലെ PW10 ഞങ്ങൾ തന്നെ ഷോക്കായി പോയി ശരിക്കും വരാം. കാരണം എന്താ അറിയോ, ചുറ്റും നിൽക്കുന്ന അനേകം ആളുകളുണ്ടായിരുന്നു, അവരെ സാക്ഷികളാക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോലീസ് സാക്ഷി ചെയ്തില്ല. 2 ഇംപ്ലിക്കേഷൻ അതിൽ. 2 ഇംപ്ലിക്കേഷനാണ്. ഒന്നുകിൽ ഒരു കാരണം ഹുസൈൻ പറയുന്നത് പോലെ തന്നെ പോലീസ് വിരോധം കൊണ്ട് ഹുസൈനെ പ്രതിയാക്കിയതാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഹുസൈനെതിരായിട്ട് തെളിവ് കൊടുക്കില്ലായിരിക്കാം. തെളിവ് കൊടുക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ സാക്ഷിയാക്കണ്ടേ? അല്ല, ഈ ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ ഒരു കുറച്ചും കൂടി സ്വാധീനമുള്ള ആളാണോ? ഒരിക്കലുമല്ല. അയാൾ ഈ പ്രദേശവുമായിട്ട് ആകെ ബന്ധം, മുക്കാലി എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ഹുസൈൻ്റെ ആകെ ബന്ധം, ഹുസൈൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മുക്കാലി ജംഗ്ഷനിലേക്കാണ്. അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടതാണ്. അപ്രതീക്ഷിതമായി എത്തിപ്പെടാൻ ഒരു സ്റ്റോറിയുമുണ്ട്. ഞാനിത് പറയണില്ല കാരണം അതിൻ്റെ ആവശ്യകതയില്ല. ആ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട്, ഈ കേസ് വരുമെന്ന് കരുതി ഉണ്ടാക്കിയ സ്റ്റോറിയൊന്നുമല്ല. അയാളുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ പണ്ടേ പെൻഡിങ് ഉണ്ട്. ഈവൺ FIR പോലും ആ കേസിലുണ്ട്. ഈ കേസ് നടക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ.
ആ ഒരു സാഹചര്യം മാത്രമല്ല വരുന്നതെന്ന് വെച്ചാൽ ഹുസൈൻ്റെ 2 മക്കൾ, ഹുസൈൻ്റെ അനിയൻ, എല്ലാവരും കൂടി അവിടെ വരുന്നുണ്ട്. അതുപോലെ 19 സാക്ഷി മണിയുണ്ട്. ഇവർ 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ പറ്റിയ ആളുകളെ കൊണ്ട് സെലക്ട് ചെയ്താൽ എന്തും പറയാൻ. അയാൾ ജോളിയുടെ കട, അതായത് സൈലന്റ് വാലി റോഡിൽ ഒരു ജോളിയുടെ കടയുണ്ട്. ആ ജോളിയുടെ കട ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയിട്ടാണ്. ആ ജോളിയുടെ കടയുടെ ഉള്ളിൽ നിന്നും അയാളെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ജോളിയുടെ കടയുടെ ഉള്ളിൽ കയറി പോകുന്നത് കാണുന്നുണ്ട്, പിന്നീട് കാല് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഇറങ്ങി വരുമ്പം, അതായത് ഈ ഹുസൈൻ വരുമ്പോഴും സ്ഥലത്ത് വരുമ്പോഴും ഹുസൈൻ പോകുമ്പോഴും ഈ പറയുന്ന മണികണ്ഠൻ കടയുടെ ഉള്ളിൽ. ഈ 2 സാക്ഷികളെ കീഴ്ക്കോടതി തന്നെ അവിശ്വസിച്ചു. കീഴ്ക്കോടതി തന്നെ ഈ 2 സാക്ഷികളെ അവിശ്വസിച്ചത് മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിസ്റ്റർ രാജേഷ്, പാരഗ്രാഫ് 141 മുതൽ വിധിപ്പകർപ്പിൽ അതിൽ കീഴ്ക്കോടതി, അതായത് A1-ൻ്റെ ലോയർ ഞങ്ങളെടുത്ത എഫേർട്ട്, അതത്രയും എഫേർട്ട് എടുത്ത് അത് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, അത് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ PW 8-നെയും 19-നെയും കോടതി ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്ത് പോകുമായിരുന്നു, വിശ്വസിച്ച് പോകുമായിരുന്നു എന്ന് പോലും 2 പാരഗ്രാഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും മറ്റു ചില തെളിവുകളിലേക്ക് പോയിട്ട് അദ്ദേഹം ശിക്ഷിക്കുകയാണ്. അത് അതിനെ കുറ്റമൊന്നും പറയാനല്ല, കാരണം ഒരു ബാലൻസ് ചെയ്തൊരു ജഡ്ജ്മെന്റ് എന്നുള്ള നിലക്ക് അല്ല. പക്ഷെ എന്നാൽ പോലും ഒരു വളരെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന ഒരു ആദിവാസി യുവാവാണ് കൊല്ലപ്പെട്ടത്. കറക്റ്റ്. തീർച്ചയായും സമൂഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവരൊരിക്കലും സമൂഹത്തിന്റെ ഭാഗമായിട്ടൊന്നും ആരും അംഗീകരിക്കുന്നില്ല. അവരെയൊക്കെ എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് തന്നെയാണ് എല്ലാ കാലത്തും. എന്തൊക്കെ പുരോഗതി ഉണ്ടായെന്ന് പറഞ്ഞാലും എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ പോലീസും ചിലപ്പോൾ അവരോട് ഒരു 2ാം തരം പൗരന്മാരായിട്ട് മാത്രമേ, പൗരന്മാരായിട്ട് പോലും കണക്കാക്കാത്ത പോലീസുകാരുണ്ട്. അതുപോലെ തന്നെ വക്കീലന്മാരുണ്ട്. അവരുടെയൊക്കെ കേസ് ഏറ്റെടുക്കാൻ തന്നെ താല്പര്യമില്ലാതെ. ഈ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടി കൂടെ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിലൊക്കെ അറിയാം, പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വല്ലാത്ത രീതിയിൽ, അതായത് ഇപ്പം നിരപരാധിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ വെറുതെ വിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് മാനുഷികമായ പരിഗണനയാണ്. പക്ഷേ ഈ കേസിൽ അദ്ദേഹം ഉൾപ്പെടുകയും എന്നാൽ ചില എന്ന് പറയേണ്ടത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അദ്ദേഹം വെറുതെ വിടുന്നൊരു സിറ്റുവേഷൻ പല കേസിലുണ്ടാവും. ഈ കേസിൽ നല്ല പല കേസിലുണ്ടാവും. അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ ഒരു ചോദ്യം. ഞാൻ അതേപോലെ തന്നെ, അതായത് എനിക്ക് മനസ്സിൽ, അതായത് എനിക്ക് രാജേഷിനോട് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ വീട്ടിലുള്ള ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ രാജേഷിനെ പറയുന്നത്, എൻ്റെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ ഒരു അറിയാതെ നമുക്കറിയാലോ, ഒരുപാട് ഫാൾസ് ഇംപ്ലിക്കേഷൻ വന്ന കേസ് ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാറിൻ്റെ കൂടെയുള്ള സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അനേകം വലിയ വലിയ മേജർ ട്രയലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. 26 കൊല്ലത്തെ ട്രയൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ ട്രയൽ എക്സ്പീരിയൻസ് ഒന്നും സാഹചര്യം കൊണ്ട് നിവൃത്തിയില്ലായിട്ട് ചെയ്യപ്പെടുന്ന കൊലപാതകങ്ങൾ ഒരിക്കലും, അതായത് ഒന്നും അറിയാതെ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ വന്നുപെടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മൾ കോടതിയോട് പറയുന്നത് എന്താ? ഇന്ത്യ രാജ്യത്ത് നമ്മൾ പറയേണ്ടത് നമ്മുടെ സിസ്റ്റമാണ് മാറേണ്ടത്. നമ്മൾ കോടതിയോട് പറയുന്നത്, ഇപ്പോൾ റേപ്പ് കേസ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു പോക്സോ കേസ്, ഞാനൊരിക്കലും മിസ്റ്റർ രാജേഷ് ഒരു പോക്സോ കേസിന് ട്രയലിന് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറ്, ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എൻ്റെ പ്രൊഫഷണാലിസം ഞാൻ കംപ്ലീറ്റ് പുറത്തെടുക്കും, അത് വേറെ കാര്യം. കാരണം അതെനിക്ക് എൻ്റെ നാവ് കെട്ടാനും എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഒന്നും അക്കാര്യത്തിലൊരു കോംപ്രമൈസിന് എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ ചോദിക്കും, എൻ്റെ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുപോകും. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇയാളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശിക്ഷിക്കപ്പെടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇന്ത്യ രാജ്യത്തെ നിയമം തന്നെ അങ്ങനെയാണ്. അതായത് ഒരു അതായത് 1000 കുറ്റവാളികൾ അറിയാലോ. അപ്പോൾ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നിയമം നടപ്പിൽ വരുന്നത്. അപ്പം അങ്ങനെ ആ നിരപരാധിത്വമാണ് എങ്കിൽ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട് രാജേഷ്. ഇതിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വളരെ ജെന്റിൽമാനാണ്, പേര് ഞാൻ പറയണില്ല. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു ക്രോസിൽ 5 ദിവസമായിട്ട് അദ്ദേഹത്തിനെ ക്രോസ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ CCTV ഫുട്ടേജസ് കണ്ടിരുന്നു? അതിൽ മധുവിനെ ചവിട്ട് കൊള്ളുന്നത് നിങ്ങൾ കണ്ടിരുന്നു എന്നാണ് ഉത്തരം. അപ്പോൾ അതിലേക്കാണ് വരുന്നത്. സുരേഷോട് ചോദിച്ചു, 3 തവണ കണ്ടിരുന്നു എന്നാ പറഞ്ഞ ചവിട്ടുന്ന രംഗങ്ങൾ. ആര് CCTV ഫുട്ടേജസിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ അതിന് എന്താ ഇംപ്ലിക്കേഷൻ? അതേ സാധനം കോടതിയിൽ എക്സിബിറ്റ് ചെയ്തു. കോടതിയിൽ എല്ലാ വക്കീലന്മാർക്കാരെ, പ്രതികൾക്കാണ്, പ്രോസിക്യൂട്ടർക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കാണുക ഇത് എക്സിബിറ്റ് ചെയ്ത സമയത്ത്
അങ്ങനെ അത് അൺഎഡിറ്റഡ് ആയിട്ട് വന്നതിനൊന്നില്ല. അപ്പം അങ്ങനെ ഒരു ഫാൾസ് ഇംപ്ലിക്കേഷനിൽ ആണെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ രാജേഷോ ഞാനോ കണ്ട സംഭവമല്ലത്, ആണെങ്കിൽ അയാൾ നിരപരാധിയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന 12 പേരുടെ കൂടെ ട്രിപ്പിൾ ജീവപര്യന്തത്തിന് അയാളും കൂടി ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നീതി നടപ്പിലാക്കപ്പെടുക. അതുകൊണ്ടാണ് പറയുന്നത് അതിന് മാറാൻ ഒരു വഴിയുള്ളൂ. കേരളത്തിലെ പോലീസ് മാറണം. എല്ലാ പോലീസുകാരെയും ജനറലി പറയല്ല. കേരളത്തിലെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട്. കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം തന്നെ ഇന്ത്യയിലെന്ന് ഞാൻ അത്ര ഫോക്കസ് ചെയ്ത് പറയണില്ല. കേരളത്തിൽ നല്ല ഓഫീസേഴ്സും നല്ല അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ലീഗലി നിയമം അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ തെളിവ് നിയമം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന BSA എന്താണ്, അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്താണ്, അല്ലെങ്കിൽ BNSS എന്താണ്, അല്ലെങ്കിൽ BNS എന്താണ്, അതറിഞ്ഞുകൊണ്ട് ഫ്രെയിം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഫ്രെയിം ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആൾ വന്ന് പറയുന്നു, അപ്പോൾ CCTV ഫുട്ടേജസ് സാർ ഒന്ന് നോക്കിക്കോളൂ, പരിശോധിച്ചോളൂ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ലോയർ എന്ത് ചെയ്യാനോ രാജേഷ്? അതെ, ഇന്നലെ ഏതോ ഫേസ്ബുക്കിൽ ആരൊക്കെ എഴുതി കണ്ടു തന്നെ അയാൾ വെള്ളം കുടിക്കാതെ മരിക്കുന്നൊക്കെ എന്നെക്കുറിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനെന്നല്ല, ഇന്ത്യ രാജ്യത്തുള്ള എന്നെക്കാൾ എത്രയോ വലിയ ഒരുപാട് ലോയേഴ്സില്ല, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു കേസിൽ? താങ്കൾക്ക് വളരെ നിശ്ചയമാണല്ലോ അദ്ദേഹം. എനിക്ക് ഭയങ്കര നിശ്ചയം മാത്രം. ഞാൻ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഇത് എന്താ പറയുക, ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഗോവിന്ദചാമി കേസ് പോലുള്ളൊരു കേസൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിനും ആൾക്കാരുണ്ടായിരുന്നല്ലോ, അത്തരം കേസുകളെ പറ്റി നമുക്ക് മനസ്സിലാവും. ഇത്തരം കേസുകളിൽ എൻ്റെ കോൺഷ്യസ്, അതായത് ഞാനതിൽ ഹാജരാവുന്നില്ലെങ്കിൽ ഞാൻ ബാർ കൗൺസിലിനോട് ഉത്തരം പറയേണ്ട ഒരാളാണ് ഞാൻ. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊരു സിസ്റ്റം ഇല്ലേ, ജനങ്ങൾ മുറവിളി കൂട്ടുമ്പോഴും ജനങ്ങൾ എന്തിനാണ് മുറവിളി കൂട്ടുന്നത്? ഒരു നിരപരാധിയാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടണമെന്നോ? അല്ലെങ്കിൽ മുറവിളി കൂട്ടുന്ന ജനങ്ങൾക്ക് എന്തറിയാം? ഈ മുറവിളി കൂട്ടുന്ന ജനങ്ങൾക്കൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട്, ഈ രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതായത് ഈ ചെയ്യുന്ന ആൾക്കാർ, അതായത് അന്വേഷണ ഏജൻസി ഇതിങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവിടെയാണ് അവർ മുറവിളി കേട്ടേണ്ടത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഈ കേസിൽ ഏറ്റവും മാക്സിമം, ഇതിനപ്പുറത്തൊന്നും കൊടുക്കാനില്ല പണിഷ്മെൻറ്റ്. ഇതിൽ അത്രക്കും വലിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. അത് 12 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് അറിയാമല്ലോ രാജേഷ്, ഒരാൾക്ക് 1 വർഷവും. പിന്നെ അതിൽ 1-ാം പ്രതി എന്നുള്ള ഒരാളെ കുറ്റവിമുക്തനാക്കി എന്നുള്ള നിലക്ക് അതിനുള്ള എഫേർട്ടും അത് അയാൾ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും കോടതിയിലുണ്ടെങ്കിൽ കോടതി പിന്നെ എന്ത് ചെയ്യാൻ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇദ്ദേഹത്തിന് പോലീസ് കറക്റ്റായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് ആ കേസിൽ പെടുത്തി 1-ാം പ്രതിയാക്കിയതാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ കാലത്ത് എത്രയോ അനുഭവിച്ച മാനസിക പീഡകൾ, കുറേ വർഷങ്ങളായാലും അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ വലിയ രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ടാവുമല്ലോ ഉറപ്പായും. അദ്ദേഹം ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ചെയ്തവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല, ചെയ്യാത്തവർക്ക് വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തിരിച്ചൊരു കേസ് കൊടുക്കാം? അതായത് പക്ഷേ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കേസിൽ ഇപ്പം അത് രാജേഷ് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ജഡ്ജ്മെൻറ്റിൽ കുറേ ഫൈൻഡിങ് വേണം. ഇതിൽ ഹുസൈൻ സ്ഥലത്തുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. ഈ ഹുസൈനെ കാണിച്ച് ഇത് ഹുസൈൻ അല്ല എന്നൊരു ഞാൻ എടുക്കില്ല ഡിഫൻസ്. എൻ്റെ സീനിയറും അത്തരത്തിൽ ഡിഫൻസ് എടുക്കുന്ന ഒരാളല്ല. ഇപ്പോൾ മിസ്റ്റർ രാജേഷിനെ വ്യക്തമായിട്ട് CCTV ഫുട്ടേജസ് കാണുമ്പോൾ കോടതികളിൽ കയറിയിട്ട് ഇത് രാജേഷ് അല്ല എന്ന് പറയുമ്പോൾ നമ്മളതൊരു എന്താ പറയുക, നമ്മളത് സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഹുസൈൻ സ്ഥലത്തുണ്ട്. ഹുസൈൻ എന്ത് ചെയ്യുന്നുണ്ട്? മധുവിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. കറക്റ്റ്. ഈ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മലീഷ്യസ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ തിരിച്ചൊരു കേസിന്, പ്രത്യേകിച്ച് ഇവരിപ്പോൾ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകുന്ന സ്ഥിതിക്ക് കൊടുക്കാൻ നിയമപരമായി തടസ്സങ്ങളുണ്ട്. നേരെ മറിച്ച് സുപ്രീം കോടതിയൊക്കെ പോയി ഒരു അന്തിമ വിധി, കാരണം സുപ്രീം കോടതിയുടെ വിധികൾ അവിടെ അവസാനിക്കല്ലോ കാര്യങ്ങൾ, അതിലേക്ക് അപ്പുറത്തില്ലല്ലോ. അപ്പോൾ അന്തിമ വിധി വരുമ്പോൾ അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ അയാൾക്ക് ആലോചിക്കാം. എന്തായാലും ഞാനൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താ പറയുക, എല്ലാ കേസിലും ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇന്നലെ അയാൾ ഈ വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ തലയേറ്റി വീണു. അപ്പോൾ തലചുറ്റി വീണപ്പോൾ വീണ്ടും അയാൾ വെറുതെ വിട്ടിരിക്കുന്ന പറയുമ്പോൾ അയാൾ ജഡ്ജിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. മനസ്സിലായോ?
അപ്പോൾ അത്രക്കും ഡിസ്റ്റർബ്ഡ് ആണല്ലോ എന്നല്ലേ അത് കാണിക്കുന്നത്. ആർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാവല്ലോ. പ്രത്യേകിച്ച് ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഒരു ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് അയാൾക്ക് അറിയില്ല. കാരണം എല്ലാ പ്രതികളോടും ബഹുമാനപ്പെട്ട കോടതി ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത സാഹചര്യത്തിൽ അപ്പം അത്തരം മലീഷ്യസ് പ്രോസിക്യൂഷന്റെ കാര്യം ഒരു അന്തിമ വിധിക്ക് ശേഷം ആലോചിക്കേണ്ട കാര്യം. അല്ല, ഞാൻ ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാണ്. കാരണം വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അദ്ദേഹം അരി മൊട്ടിച്ചു എന്നാണല്ലോ. വിശപ്പ് എന്ന് പറയുന്നതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. അപ്പോൾ വിശപ്പ് കാരണമാണ് അദ്ദേഹം അരി മോട്ടിക്കാൻ വേണ്ടി പോയത്. അരി മോട്ടിക്കാൻ പോയവരുടെയൊക്കെ റൊട്ടി മോട്ടിക്കാൻ വേണ്ടി പോയവരുടെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വലിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഉണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണിത് ശരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ച് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റു വഴിയില്ലാതൊക്കെ ചെയ്തു പോയായിരിക്കാം. ഈ സംഭവം നടന്ന് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ജനങ്ങൾ ഇടപെട്ടപ്പോഴാണ് ഇതൊരു വിഷയമായി മാറുന്നത്. ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ തീർന്നു പോകുന്ന ഒരു സാധാരണ ഒരു മരണമായി മാറേണ്ടിയിരുന്നതാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഈ പ്രതികളെയൊക്കെ വെറുതെ വിടുന്ന സമയത്ത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതാണ് ജനങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നത്. കറക്റ്റ്. സമൂഹത്തിൽ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം സാധ്യത എന്നെ പറ്റി എഴുതുന്ന ഇവരും ഒരിക്കലും നമ്മളെ വ്യക്തിപരമായിട്ട് പരിചയം പോലും ഇല്ലാത്തവരാണ് എഴുതുന്നത്. അത് ഒരു തരം നമ്മൾ മാൻ ഇസ് എ സോഷ്യൽ അനിമൽ എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല നമ്മൾ സമൂഹജീവിയാവുള്ളൂ. നമ്മൾ ഇൻഡിവിജ്വൽസ് ആവും. ഇൻഡിവിജ്വൽസിന് സമൂഹം ഉണ്ടാവില്ല. അപ്പോൾ സമൂഹത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് താങ്കൾക്കെതിരെ അത്തരത്തിലുള്ളൊരു ഈ എഴുത്തും പ്രതികരണമൊക്കെ വരുന്നത്. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ചോദിച്ചത്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് വിശപ്പിന് വേണ്ടി ഒരു ബ്രെഡ്, അരി അങ്ങനെയൊന്നും അതിൽ നിന്നും വന്ന ഒരു കേസല്ല ഈ ഒരു കേസ്. അത് ജനങ്ങൾ ഈ പത്രങ്ങളിലും അതുപോലെ പറഞ്ഞുണ്ടാക്കിയതാണോ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ കൊടുത്തൊരു ഹൈപ്പിന്റെ പിന്നാലെ അവരുടെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്തൊരു കാര്യം അത് മാത്രമാണ്. അവരുടെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്തത് എന്താണ്? മധു വിശപ്പെട് അടക്കാൻ വേണ്ടി ബ്രെഡോ അല്ലെങ്കിൽ അരിയോ മോഷ്ടിച്ചു, അതുകൊണ്ട് മധുവിനെ ഒരു കൂട്ടം ആളുകൾ അടിച്ചു കൊന്നു. ഇതാണല്ലോ പബ്ലിക്കിന് കിട്ടുന്നത്, കൈകെട്ടിയ ഫോട്ടോ. ലോകത്തിൽ മുഴുവൻ. എന്നാൽ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ജനങ്ങൾ അറിയേണ്ട ഒരു മുഖം കൂടിയുണ്ട്. ഇയാൾ 16 വയസ്സിലെ കാട്ടിലേക്ക് കയറിപ്പോയ ആളാണ്. ആദിവാസികൾ സ്വാഭാവികമായിട്ടും കാട് ഇഷ്ടപ്പെടുന്നവരാണ്, കാടിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ താമസിക്കുന്ന നാട്ടിലാണ്. മനസ്സിലായി. അപ്പൊ അദ്ദേഹം താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വലിയ പാത്രങ്ങളും ചെമ്പുകളും പിന്നെ കറി വെക്കുന്ന പാത്രങ്ങളും പിന്നെ അനേകം മസാല പൗഡർ, അരി, അങ്ങനെ ഇതൊക്കെ കണ്ടെടുക്കുന്നുണ്ട്. പിന്നെ അഗളി എന്ന് പറയുന്ന പ്രദേശത്ത് ഞാനവിടെ ഒരു 10 ദിവസം താമസിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. അവിടെ ഒരു പ്രത്യേകത, എല്ലാ കടയിലും ഒരുവിധം കടയിലൊക്കെ ചെറിയ CCTV കാണാം. നമുക്ക് ചെറിയ CCTVകൾ വെച്ചത് കാണാം. അപ്പം യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരായിട്ട് ഒരു ഫാക്റ്റാണ് കുറേ കേസുകൾ പെൻഡിങ് ഉണ്ടെന്നുള്ളത്. അത് വിചാരണ വേളയിൽ വന്നതുമാണ്. കേസുകൾ പെൻഡിങ് ഉണ്ട്. അപ്പം അങ്ങനെ പെൻഡൻസി ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഈ SHOമാർക്കും പോലീസുകാർക്കൊക്കെ കോടതിയിൽ വാറണ്ടുണ്ട്. അങ്ങനെ വാറണ്ടുള്ള ഒരു പ്രതിയെ, അത് ആരാവട്ടെ, ആദിവാസിയാവട്ടെ, ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നത് മതം മനുഷ്യനാ. ആദിവാസി എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ആദിവാസികൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഞാൻ പറയുന്നത് മിസ്റ്റർ രാജേഷ് മറ്റൊരാങ്കിള കറക്റ്റ്. ഞാൻ പറയണത് നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കാണുന്നത് ആദിവാസിയും അതുപോലെ തന്നെ കുറുപ്പും നമ്പ്യാരും നമ്പൂതിരിയും എല്ലാവരും ഒരുപോലെയായിട്ട് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാസ്റ്റ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ ഒരു തരത്തിലും അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിൽ കാസ്റ്റിൻ്റെ പേരിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല. അല്ല, ഇത് കാസ്റ്റ് അല്ല കേട്ടോ. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്നല്ല. ശരിക്കും അവര് സോഷ്യലി തന്നെ വളരെ താഴെ നിൽക്കുകയാണ്. അവര് വളരെ പിറകിലാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ചിന്തകളും അവരുടെ പ്രവൃത്തികളൊക്കെ പിറകിലാണ്. അതിനുവേണ്ടിയാണ് അവർക്ക് സംവരണമൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രാജേഷ് ഞാൻ പറയണത്. അതായത് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു അറിയാലോ, പ്രത്യേക പരിഗണന കൊടുത്തൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്.
ഇപ്പൊ SC ST കമ്മ്യൂണിറ്റിയിൽ എത്ര പേർ ഉയർന്ന പോസ്റ്റുകളിലുണ്ട്. അല്ല, അങ്ങനെ വരാൻ വേണ്ടിയാണ് സംവരണം കൊടുത്തത്. അതെ, ബുദ്ധിക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ ആദിവാസികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്ക് ഗവൺമെന്റ് വലിയ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രത്യേക എല്ലാ എയ്ഡും കൊടുത്തിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ. അല്ല, ഞാൻ പറയാം. പക്ഷേ നമുക്കിപ്പോ ഇന്ത്യ രാജ്യത്തുള്ള 1872 ഉണ്ടാക്കിയ ഇന്ത്യൻ തെളിവ് നിയമം 1872 ഉണ്ടാക്കിയ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മാറ്റം വരുന്ന രാജേഷിന് അറിയാം 1/7/2024 അല്ലേ? പുതിയ തെളിവ് നിയമം ബ്രിട്ടീഷ് കാലത്തുണ്ടായത്. എന്തുകൊണ്ടാ ഈ ഇങ്ങനെ ഒരു ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പ്രത്യേക എവിഡൻസ് ആയിട്ടുണ്ടോ? പ്രത്യേക വിഭാഗത്തിന് അങ്ങനെയുണ്ടോ? നിയമത്തിന് മുമ്പിൽ ഒരാൾ വരുമ്പോൾ എല്ലാവരും ഈക്വൽ അല്ലേ? അല്ല, ഈക്വൽ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. സമൂഹം അവർക്ക് പ്രത്യേക പരിഗണനകൾ നൽകേണ്ടതുണ്ട്. അതെ, പരിഗണന കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിയമം കോടതിന് മുന്നിൽ വരുന്ന കാര്യമല്ല ഞാൻ. അതാണ് സമൂഹത്തിനാ. ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിശപ്പിന് വേണ്ടി ഒരാള് ഒരു ബ്രെഡ് മോഷ്ടിക്കുന്നു, അയാൾ പിടിച്ച ആളുകൾ കെട്ടി ഇടുന്നു, അടിച്ച് കൊല്ലുന്നു. ഇതാണ് സമൂഹത്തിന് കിട്ടുന്നൊരു പിക്ചർ. അതല്ല മധുവിന്റെ കേസ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കാട്ടിൽ പോയി പിടിച്ചു എന്ന് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ അരിയും അതുപോലെ തന്നെ ഈ മസാലപ്പൊടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അനേകം, അതായത് ഡിഫൻസിന്റെ വേർഷൻ എന്താ? അനേകം കേസുകളിൽ പ്രതിയായ മധുവിനെ ഒരു കൂട്ടം ആളുകൾ, അതിൽ ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, അവർ പോയിട്ട് പിടിച്ചുകൊണ്ടത് പോലീസിനെ ഏൽപ്പിക്കുന്നു. അല്ല, അതന്നെ, അതൊരു ആദിവാസി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലാത്ത ഉന്നതനായെങ്കിൽ ആരും പിടിക്കാൻ പോകില്ല. അതാണ്. അങ്ങനെ ഉന്നതന്മാർക്ക് യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ വരില്ല. അത് ഞാൻ ഇവൻ ആദിവാസി ആയതുകൊണ്ടും ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചു, ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഇല്ല, സമൂഹത്തിലും ഇല്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾ ഏകനായി കാട്ടിൽ ജീവിക്കുന്ന ഒരു ആദിവാസിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ കേസ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ആരെയും കൊന്നതോ അല്ലെങ്കിൽ സ്വർണ്ണക്കട മോഷ്ടിച്ചതോ ഒന്നും ആയിരിക്കില്ലല്ലോ. ചെറിയ 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 സംഭവങ്ങളായിരിക്കും. അതൊക്കെ പലരും കൊണ്ടേ കൊടുക്കുന്ന കേസാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഒരു റെസിഡൻസ് അസോസിയേഷനിൽ സ്ഥിരമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ പോലെ ഇതിനെ കാണല്ലേ? ഇല്ല, ഞാൻ പറയല്ല, ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കളവ് നടക്കുന്നു എന്ന് വിചാരിക്കും. ഞാൻ ഇതല്ല കേട്ടോ പറയണത്, ജനറലി ഒരു എക്സാമ്പിൾ. സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ മിസ്റ്റർ രാജേഷ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടുകാർക്ക് ഒരുപക്ഷെ വൈഫും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അവർക്കൊക്കെ ഒരു ത്രട്ടായി മാറിക്കഴിഞ്ഞാൽ, ഞാൻ ഇതല്ല കേട്ടോ പറയുന്നത്, ജനറലി ത്രട്ടായി മാറിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന കള്ളനെ ജാതിയും മതവും നോക്കിയിട്ടാണോ ആളുകൾ പോലീസിനെ? പിന്നെ ഞാൻ പറയുന്നത് ഇത് ജാതിയായിട്ട് കാണരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജാതിയായി കാണരുത്. ഇത് അത്തരത്തിൽ വലിയ പ്രൊട്ടക്ഷൻ വേണ്ട ഒരാൾ തന്നെയാണ്. അല്ല, നമുക്ക് അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായ അവസ്ഥയെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുരോഗമനവാദികളായ നമ്മൾക്ക് ഈ പുരോഗമനവാദം എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിനുള്ളിൽ അയാളോട് പുച്ഛമാണ്. ഇതന്നെ വിഷയം. അല്ല, അത് മിസ്റ്റർ രാജേഷ്, ഞാനൊന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു അതിനെപ്പറ്റിയുള്ള ഒരു ഔട്ട്ലുക്ക് ഞാൻ പറയാം. അതായത് മധു ആദിവാസി ആയതുകൊണ്ടാണ് പിടിച്ചു കൊടുത്തത് എന്നൊരു കേസ് ആർക്കും ഇല്ല. അല്ല, അതും കേസില്ല. അയാൾ ഇതേ കുറ്റം ചെയ്ത നമ്പൂതിരിയാണ് കാട്ടിൽ താമസിക്കുന്നെങ്കിലും പിടിച്ചു കൊടുക്കും. കാട്ടിൽ പോയി താമസിക്കില്ലായിരിക്കാം. അല്ല, ആദിവാസി ആയതുകൊണ്ട് കാട്ടിൽ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്ന് നിയമമില്ലല്ലോ. അവര് കാട്ടുവാസികളാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം കാട്ടിൽ ജീവിക്കുന്നതന്നെയാണ്. ഇപ്പൊ നിലമ്പൂർ കാട്ടിലൊക്കെ എന്തോരം ആളുകൾ ജീവിക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകൾ. അവർ ഒരിക്കലും ബസ്സിൽ കയറാത്ത ആദിവാസികളുണ്ട്, എനിക്കറിയാം. കാണാത്തവരുണ്ട്, ഉണ്ടാവാം. ഞാൻ ഇപ്പൊ പറയാം, രാജേഷ് പറഞ്ഞോടെ പറയാം. എൻ്റെ അമ്മയുടെ എടുത്തിയുടെ വീട് വയനാടാ. എൻ്റെ അമ്മയുടെ അടുത്ത് കല്യാൺ ടീച്ചർ അവിടെ ഈ തണൽ എന്ന് പറയുന്ന ഫേമസ് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയ പാവങ്ങളുടെ, എൻ്റെ അമ്മയുടെ എഴുത്തിയുടെ വീട്ടിൽ 4-5, അവരുടെ പേര് തന്നെ കെമ്പി, വെളിച്ചി എന്നൊക്കെ പറയുന്ന 4-5 പണിക്കാർ തന്നെ ആദിവാസികളുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലാണ്. മുത്തമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരും നല്ല ബന്ധത്തിൽ അവരോടൊക്കെ പോയിട്ടിരുന്നു. അവരാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. നമ്മൾ പണ്ട് പറഞ്ഞ ആ ഒരു അവഗണന അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ ഈ കാലഘട്ടമൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാട്ടോ. ഞാൻ പറഞ്ഞതല്ല, ആദിവാസികൾ കാട്ടിൽ തന്നെ ജീവിക്കണം എന്ന് തന്നെ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ആദിവാസികൾക്ക് കാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. വനാവകാശത്തിൽ അറിയാലോ. അതെ, കറക്റ്റ്. ആദിവാസികൾക്ക് അവിടെ കാട്ടിൽ ജീവിക്കാനും അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഒക്കെ അവർക്ക് അധികാരമുണ്ട്. അല്ല, അദ്ദേഹം കാട്ടിൽ ജീവിച്ച് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് കടയിൽ കൊണ്ടേ കൊടുത്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ഇതൊന്നും കിട്ടാത്ത സമയത്തായിരിക്കും പുള്ളി കുറച്ച് അരി മോട്ടിച്ചിട്ടുണ്ടാവും. അല്ല, ഞാനിപ്പോ അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഒരു പ്രദേശത്ത് കുറച്ച് കളവുകൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ
അത് ആരാണെങ്കിലും ജനങ്ങൾ ഓട്ടോമാറ്റിക് ഞാൻ ചെയ്ത പ്രവൃത്തിയോ അവർ കാട്ടിൽ നിന്ന് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒന്നും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കുന്ന ഒന്നുമല്ല കേട്ടോ. ഞാനത് ന്യായീകരിക്കല കേട്ടോ. പക്ഷേ അയാളെ നമ്മൾ ശരിക്കും പറഞ്ഞ സമൂഹം ആ പ്രദേശത്തുള്ള ആളുകൾ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം അദ്ദേഹം അരി പൊട്ടിച്ചു അല്ലെങ്കിൽ കുറച്ച് മസാല പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി കേസ് കൊടുക്കും. പിന്നെ പോലീസുകാർക്ക് ഇവരോട് പുച്ഛായിരിക്കും. കാരണം പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം നമ്മുടെ ഒരു വീട്ടിലാണ് ഈ മോഷണം നടന്നെങ്കിൽ നമ്മൾ കേസ് കൊടുക്കില്ലേ? നമ്മളത് ആദിവാസിയാണ് മോഷ്ടിച്ചത് അല്ലെങ്കിൽ അവരെ മോഷ്ടിച്ചത് എന്താണ്? അല്ല അതാണല്ലോ പ്രോസിക്യൂഷൻ കേസ്. എന്തായിരുന്നു? എന്താണ് അദ്ദേഹം അരി, ബാറ്ററികള്, മസാലപ്പൊടികൾ, ഇങ്ങനെ അനാദി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മള് പിന്നെ ഇവിടെ ഈ ഉൽപ്പന്ന പിരിവ് മറ്റേ പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷത്തിൽ കൊടുക്കും. ഈ പാവപ്പെട്ട ഒരാളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. അല്ല അതാണ് നമ്മുടെ മാനസികാവസ്ഥ. അതൊക്കെ വേറെ കാര്യം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇവരുടെ ഇവരിപ്പം ആദിവാസികളിൽ തന്നെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഇഷ്ടംപോലെ ആളുകളില്ല. ഇല്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ കാട്ടിൽ ജീവിക്കുന്നവരുണ്ട്. കാരണം ഇഷ്ടം കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരാളെ പിടിച്ചുകൊണ്ടുള്ള അർഹതയൊന്നും ആർക്കും ഇല്ല. എന്നാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും BNSSലും അങ്ങനെ പോലീസിനല്ലാതെ ഒരാളിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനുള്ള അവകാശമേ ഇല്ല. അത് ഞാൻ പറയണ്ടല്ലോ, വക്കീലിന് എന്നെ കാണാൻ നല്ല നിയമജ്ഞാനമുള്ള ആളാണ്. എനിക്ക് നിയമജ്ഞാനം ഇല്ല. പക്ഷേ കാട്ടിനുള്ളിൽ പോയിട്ട് അയാൾ ക്രിമിനലാണ് എന്നുള്ളത് കൊണ്ട് പൊതുജനങ്ങൾ മൊത്തം പോയിട്ട് കാട്ടിൽ പോയി ഇയാളെ പിടിച്ചുകൊണ്ടെന്ന് വിചാരണ ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല എന്നുള്ള സത്യമാണ്. അതംഗീകരിക്കും. അതല്ല ഞാൻ പറയാതെ അതിലും ചെറിയൊരു തിരുത്തി ഞാൻ പറയാം. കാട്ടിലെ ട്രസ്പാസ് ചെയ്തിരുന്നെങ്കിൽ അതിൽ തന്നെ 27 അനുസരിച്ച് കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒഴിവാക്കപ്പെട്ടു, വേറെ OR എടുത്തത് കൊണ്ട് ഒഴിവാക്കപ്പെട്ടു. ഒരു കോഗ്നൈസബിൾ ഒഫൻസ്, അതായത് തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയാട്ടോ, ഒരു കോഗ്നൈസബിൾ ഒഫൻസ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കണ്ടു കഴിഞ്ഞാൽ അയാളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള അധികാരം ഒരു പ്രൈവറ്റ് വ്യക്തി എന്നുള്ള എനിക്കും മിസ്റ്റർ രാജേഷിനും ഉണ്ട്. നിയമത്തിലുണ്ട്. അല്ല അങ്ങനെയല്ല, പോലീസിനെ വിവരം അറിയിക്കുക, അല്ലല്ലോ പിടിച്ചു കെട്ടിക്കൊണ്ടെന്നിട്ടാ പോലീസ് എടുക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് തന്നെ പോയിട്ട് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുമായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇത്ര ആളുകൾ ജയിലിലും കിടക്കണം. അത് ശരി, അത് വേറെ കാര്യം. പക്ഷെ എന്നാ വെച്ചാൽ അതിന് നമ്മൾ പഴിചാരേണ്ടത് അത്രയും കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അതിനവരെ പഴിചാരേണ്ടത് ആ കാര്യം ചെയ്യുന്നതിനാണല്ലോ. ഈ പ്രശ്നത്തിലേക്കെല്ലാം പോകുന്നത്, ഈ മർഡറിലേക്ക് പോകുന്നത് ഈ ഒറ്റ വിഷയമാണല്ലോ. പ്രശ്നത്തിലേക്ക് വഴി തിരിച്ചുവിട്ടതാണ്. നമ്മളിപ്പോ ഹുസൈന്റെ കാര്യം വിട്, ബാക്കിയുള്ള പ്രതികളൊക്കെ ഇതില് ശരിക്കും ഇത്തരത്തിലുള്ളതിൽ ഇടപെടുകയും അവർ വളരെ ക്രൂരമായി ഇടപെട്ടു, ക്രൂരമായി പെരുമാറിയതൊക്കെ കൊണ്ട് തന്നെയാണല്ലോ ഈ സംഭവം. അയാളെ മരണത്തിലേക്ക് നയിച്ചതല്ല ചിലപ്പോ വക്കീല് സാങ്കേതികമായി പറഞ്ഞേക്കാം. അതല്ല രക്ഷ, ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ അവർക്ക് വേണ്ടി ഹാജരാകുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും നമുക്കൊരു കോൺഷ്യസ് ഉണ്ടല്ലോ, ആ കേസിൽ ഉടനീളം ജീവിച്ച ഒരാളാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഉദ്ദേശം അയാളെ കൊല ചെയ്യാനാണെങ്കിൽ, കൊല ചെയ്യാനായിരിക്കില്ല, ഒരു പാവപ്പെട്ടവനാ. അപ്പോൾ ഓരോ ആൾ വരുന്നവരെല്ലാം ചവിട്ടുന്നു. ഇത് വളരെ നിസ്സഹായരായ ആളുകളാ. ഒരു ജനക്കൂട്ടത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, അറിയാലോ. ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന പോലെയല്ല, ഒരു ജനക്കൂട്ടം വരുന്ന സമയത്ത് ആവേശം വരും. അവർക്ക് കിട്ടുന്നവനെല്ലാം ചവിട്ടും, പറ്റുവാണെങ്കിൽ തലക്ക് 2 അടിയും കൊടുക്കും. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ അയാൾ മരിച്ചു പോകുന്നു. മരിച്ചു പോയതിന് ശേഷം അയാൾ മറ്റേ ക്രിമിനലായിരുന്നു, അയാളെ പേരിൽ ഒരുപാട് കേസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അയാളെ അവിടെ പോയി കാട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വന്നു, പോലീസിനെ ഏൽപ്പിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥയൊന്നുമല്ല. അങ്ങനെ മരിച്ചു പോയതിനു ശേഷം അല്ലല്ലോ പറഞ്ഞത്. ഇത് എവിടെ നിന്ന് ഈ വക്കീലായ ഞങ്ങൾ ഇത് പറയേണ്ട കാരണം എവിടെ? പ്രോസിക്യൂഷൻ റെക്കോർഡ്സ് തന്നെയല്ല. അവരുടെ കേസ് എന്താ? പ്രോസിക്യൂഷന്റെ കേസ് എന്താ നമ്മൾ പരിശോധിക്കണ്ടേ? അല്ല, അതൊക്കെ മധു അനേകം കളവ് കേസ്, അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് തോന്നുന്നത്. മധു അനേകം കളവ് കേസുകൾ. അത് ഞാൻ ആദ്യം പറഞ്ഞത്, അയാളെ പിന്നെ ബാങ്ക് മോഷ്ടിച്ച ആളല്ല, ബാങ്ക് റോബറി നടത്തിയ ആളല്ല, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ജ്വല്ലറിയും അടിച്ചു മാറ്റി കുറെ കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു മാറ്റിയവരല്ല. അയാളുടെ മോഷണം എന്ന് പറഞ്ഞാൽ 1 കിലോ അരി, 2 കിലോ അരി, 10 കിലോ അരി തന്നെ കൂട്ടും. എത്ര പൈസ? അതെ, പക്ഷെ അതൊന്നും സ്വന്തം പ്രശ്നം വരുമ്പോൾ നമ്മൾ അല്ലെന്ന് 10 ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾക്ക് ജീവിക്കുന്ന ഒരാള് എല്ലാ ദിവസവും 10 കിലോ അരി വെച്ച് മോഷ്ടിക്കില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, അല്ലല്ല, ഇത് അതൊന്നും അല്ലെന്ന്. ഇത് എന്താ അറിയാ, ഒരു നിസ്സഹായനായ ഒരാള്, ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കപ്പെടാത്ത ഒരാൾ. രാജേഷ് പറയുന്ന കാസ്റ്റ് പ്രെജുഡിസ് ആണ്. ഇത് കാസ്റ്റ് അല്ലെന്നേ. നിങ്ങൾ ആദിവാസി എന്ന് പറയുമ്പോൾ കാസ്റ്റ് അല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്പൂരി, നായര്, മറ്റേ മേനോൻ എന്ന് പറയുന്നവരല്ല. ഇത് മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന ഒരാളിനെ. അവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തിലെ നിയമം അനുസരിച്ച് താങ്കൾ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ താങ്കൾ പറയുന്നതല്ല കറക്റ്റ്. പക്ഷെ ഞാൻ വക്കീൽ എന്നുള്ള രീതിയിലോ അല്ല താങ്കളോട് സംസാരിക്കുന്നത്. ഈ കേസ് കൃത്യമായി പഠിക്കുകയും ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു ആൾ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. അവിടെയാണ് ഈ നിങ്ങൾ കാസ്റ്റ് എന്ന് പറയരുത്. ഞാനത് പറയാൻ കാരണം ഇത് എന്താ അറിയോ, കാസ്റ്റ് പ്രജുഡിസിൽ, അതായത് നമ്മൾ അതായത് കാസ്റ്റ് പ്രജുഡിസിൽ ഒരു ഒഫൻസ് ചെയ്തെങ്കിൽ മാത്രമേ
ഈ ഷെഡ്യൂൾഡ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരാൾ ഒന്നുകിൽ ആ നോളജ് വേണം, അല്ലെങ്കിൽ കാസ്റ്റ് പ്രെജുഡിസ് വേണം. ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്വന്തം മകളോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററോ ഏതോ ഒരാൾ കടന്നു പിടിച്ചു, ഞാൻ ജനറലി ചോദിക്കാം മിസ്റ്റർ രാജേഷോ, ജനറലി ആസ് എ ബ്രദർ, അങ്ങനെ കടന്നു പിടിച്ചു കഴിഞ്ഞാൽ രാജേഷ് ആണെങ്കിലും ഞാനാണെങ്കിലും അവനെ കൈവെക്കും. അവൻ ആദിവാസിയാണോ നമ്പൂതിരിയാണോ എന്ന് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, അതുപോലത്തെ കേസാണ് ഇത്. അല്ല, ഞാൻ ജനറലി പറയാം. അതുപോലെ അല്ല, ഞാൻ അതുപോലെ ഇതിനാർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്രതികൾക്ക് മധുവിനോട് പിന്നെ മുൻവൈരാഗ്യം ഉണ്ടാവാലോ? ആർക്കും ഇല്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ പ്രോസിക്യൂട്ട് പിന്നെ മധു സ്ഥിരം കുറ്റവാളിയാണെന്ന് പിടിക്കാൻ വേണ്ടി പോയവർക്ക് അറിയാതെ തന്നെ വക്കീൽ വിട്ടു. പക്ഷേ മധു സ്ഥിരം കുറ്റവാളിയാണെന്നോ അതുകൊണ്ട് മധുവിനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് അവർ ചെയ്തതെന്ന് പറയുന്നു. കറക്റ്റ്. മധുവിനെ ഒരു പരിചയമില്ലാത്ത ഇവരെന്തിനാണ് കാട്ടുപോയി ഇയാളെ പിടിക്കാൻ? അത് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഒരു സ്വാഭാവികമായിട്ടും ചിലർ വീട്ടിലെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട്, ചിലർ സോഷ്യലി അറിയാലോ സോഷ്യൽ വർക്കേഴ്സ് ആവും. ഇപ്പം മിസ്റ്റർ രാജേഷ് ഇതിൽ ഭയങ്കര ഇമോഷണൽ ആവുന്നു സംസാരിക്കും. കാരണം രാജേഷിൻ്റെ പ്രൊഫഷണൽ ഇത് കേസ് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്ത ഒരാൾ. അപ്പോൾ സ്വാഭാവികമുള്ള ജനവികാരം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് എൻ്റെ വൈഫ് അവളൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോ ഓഫീസറും, പിന്നെ അവൾ ഈ മധുവിനും എൻ്റെ ഈ ഇഷ്യൂലൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയ ആളാണ്. കാരണം അതൊക്കെ വികാരങ്ങൾ അവളുടെ ഹസ്ബൻഡ് ഞാൻ തന്നെയാണ് കേസ് ഡിഫെൻഡ് ചെയ്യുന്നത്, വിരോധാഭാസത്തേക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് അതിൽ വികാരം ഡെലീറ്റ് ചെയ്താണ് അല്ല, അങ്ങനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രോസിക്യൂഷൻ റെക്കോർഡ്സിൽ തന്നെ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മധുവിനെ തെഫ്റ്റ് കേസുകൾ മുക്കാലിയും പരിസര പ്രദേശങ്ങളിലും കളവ് നടന്നൊരു ശല്യമായി മാറിയതിനാൽ ഇങ്ങനെയാണ് ചാർജ് തുടങ്ങുന്നത്. അത് പോലീസ് എഴുതി വെച്ചല്ലേ? അതെ. അല്ല, പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള ആളുകളോടൊന്നും മനുഷ്യരായിട്ട് പരിഗണിക്കില്ലെന്നേ. വക്കീലെ, നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴും ഇത്തരത്തിലുള്ള വളരെ വളരെ എന്താ പറയണ്ടത്, നമ്മൾക്ക് നല്ല ഡ്രസ്സ് ധരിക്കാത്ത ഒരാളോട് പോലും നമുക്ക് പുച്ഛമാണ്. നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയും, പക്ഷെ ബേസിക്കലി പുച്ഛാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ആദിവാസികൾ എന്നതിലുപരിയായിട്ട് ഇപ്പം അത്രയ്ക്കും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഒരാളോടും വളരെ മോശമായിട്ട് പെരുമാറുന്ന പോലീസ് ഇഷ്ടംപോലെ. ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞത് എൻ്റെ അനുഭവം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ പല കേസുകളിലും അവർ, ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എന്ന് വിചാരിക്കും. അപ്പോൾ ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ കേസിൽ എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി പ്രതിയെ കൊണ്ടൊരു അപേക്ഷ കൊടുപ്പിക്കുകയാണ്. ആ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ഒരു സബ് ഇൻസ്പെക്ടറായ ഒരു ലേഡി അവരുടെ റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ ഈ പറയുന്ന വിക്ടിമിൻ്റെ അമ്മയുടെ കൂടെ ഷാജിത്ത് വക്കീൽ എൻ്റെ സ്റ്റേഷനിൽ എന്നെ കാണാൻ പലപ്പോഴും വന്നിരുന്നു. രാജേഷ് വളരെ ഫ്രാങ്കായിട്ട് പറയാം, അപ്പോൾ മൈ പ്രൊഫഷൻ, ഞാൻ അങ്ങനെ ഒരു സംഭവം അറിയ പോലുമില്ല. ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത്. കാരണം അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഡൗൺ ട്രോഡൻ എന്നുള്ള ഒരു ഇപ്പോൾ BR അംബേദ്കർ അവിടെ അറിയാമല്ലോ, അവിടെ തുടങ്ങിയെന്ന കാര്യമാണ്. അപ്പം എന്നാൽ ഈ ഒരു കേസിന് അതായത് മറ്റൊരു മുഖവും കൂടിയുണ്ട്. അല്ല, ഈ പറഞ്ഞത് ഈ മുഖം എന്ന് പറയാം. ഞാനിപ്പോൾ പറയാം. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഒരു കണ്ണിലാട്ടോ, എനിക്കറിയില്ല രാജേഷിൻ്റെ ഒരു പക്ഷേ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടാവുക ഇത്തരം ഒരു ഇതിലൊക്കെ. എൻ്റെ ഒരു കണ്ണിൽ ആര് കൊല ചെയ്യപ്പെട്ടാലും നിയമത്തിന് മുമ്പിൽ തെറ്റ് തന്നെയാണ്. തീർച്ചയായും കറക്റ്റ്. അതായത് മനുഷ്യ ജീവനാണ്. നമ്മുടെ ശരീരത്തിൽ ആദിവാസിൻ്റെതും എല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് റെഡ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ബ്ലഡ് ഈസ് തിക്കർ ദൻ വാട്ടർ, അങ്ങനെയാണല്ലോ പറയാൻ, ഒരു വ്യത്യാസമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പക്ഷേ രാജേഷ് ചോദിക്കും, എല്ലാവർക്കും വീട്ടിൽ അടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസേ ഉണ്ടാവില്ലല്ലോ. ഒരു കേസുണ്ട്. കറക്റ്റാണ്. കറക്റ്റ്. അത് ഏറ്റവും നല്ല പോളിസി. നമ്മുടെ രാജ്യം എന്നേ നന്നായാണ്, ഏറ്റവും നല്ല പോളിസി. എന്നാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഇങ്ങനൊരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം എല്ലാവരും പറയും, നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് ഈ അനുഭവമെങ്കിൽ അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത്തരം വിഷയങ്ങൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതെ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മുടെ വീട്ടിലൊന്നും മധുമാരില്ല. മധുമാരുടെ വിഷയം ഇപ്പം ഞാൻ പറയാം, ഒന്നും കൂടി പറയാം. ഇപ്പം രാജേഷ് ഇത്രയും പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം കൂടി എന്നാൽ അങ്ങനെയല്ല, നിങ്ങളുടെ എല്ലാ വികാരങ്ങളും ജനവികാരങ്ങളും മാനിച്ചുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം. അങ്ങനെ ജനത്തിന്റെ വികാരം നിങ്ങളിലൂടെ വരുന്നതല്ല. യെസ്, ജനത്തിന്റെ വികാരം നിങ്ങളിലൂടെ അല്ല എന്നിലേക്ക് വരുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കത് ഉത്തരം പറയാനും ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, ചില കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, അതായത് നമ്മളെല്ലാം ഫ്ലാറ്റ്ലി ഡിനൈ ചെയ്ത് പോകേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇപ്പം ഹുസൈൻ്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞത്, ഈ കോടതിയിലും കേരള ഹൈക്കോടതിയിലും അത് അയാളുടെ പ്രസൻസ് അംഗീകരിക്കും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ട്. അത് വേറെ കാര്യം.
അപ്പം സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഡൽഹി റേപ്പ് കേസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഡൽഹി റേപ്പ് കേസിൽ നിങ്ങൾക്കറിയാം ആ ലേഡി അനുഭവിച്ച വേദന. അവസാനം അവരെ സിംഗപ്പൂരോ എവിടെയോ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു, 23 ദിവസം കഴിഞ്ഞ് മരണം. അതിലേറ്റവും ക്രൂരമായിട്ട് പ്രവർത്തിച്ചത്, ഏറ്റവും ക്രൂരത കാണിച്ചത് 16 വയസ്സുള്ള പയ്യനാ. മനസ്സിലായി? 16 വയസ്സുള്ള പയ്യൻ. ഇന്ത്യ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഏറ്റവും മേജർ റോളവനാണ്. എന്നാൽ നമ്മുടെ നീതിന്യായപീഠം അവന് 3 കൊല്ലം ഒതുക്കി. കാരണം എന്താ? നിയമത്തിൻ്റെ മുമ്പിൽ അവൻ ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഈ ആനുകൂല്യം നാളെ 18 ആവുന്നതിന് മുമ്പേ ഇന്ന് രാത്രിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുവാണ്. 18 വയസ്സ് കഴിഞ്ഞവൻ്റെ പക്വത കാണിക്കുന്ന ഞാൻ 18 വയസ്സിന് മണിക്കൂറുകളോളം ബാക്കിയുള്ള സമയത്ത് ഓഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തൂക്കിക്കൊല്ലൽ 3 കൊല്ലത്തിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞ അതിൽ അവസാനിപ്പിക്കുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്ന വെറും ഒരു എന്താ പറയുക, ഒരു ഐഡിയൽ മാത്രമാണ്. ലോ ആണ് ശരിക്കുള്ള ഫാക്റ്റ്. അപ്പോൾ സമൂഹവും അപ്പോൾ ആ സമൂഹമാണ് ലോയിനെ അംഗീകരിച്ചു വരുന്നത്, അല്ലേ? തീർച്ചയായും. അത്രയേ അതെനിക്ക് പറയുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു വക്കീൽ എന്നുള്ള നിലയിൽ അഭിഭാഷകൻ്റെ റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചു. ഒരു പ്രമാദമായ, ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ അതിൻ്റെ 1-ാം പ്രതിയെ കോടതിയിൽ നന്നായി വാദിച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊടുത്തു. അഭിനന്ദനങ്ങൾ.